ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ്, നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്, ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ ഗൈസ്, നമ്മളിന്ന് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നത്. ഇപ്പൊ സ്കൂൾക്ക് പോകുമ്പോൾ ഞാൻ എന്താ പറയുക, ഇന്നലെ എനിക്ക് തീരെ ചെയ്യുന്നു കേട്ടോ, വയറുവേദനയും ഛർദിയൊക്കെ ആയിരുന്നു. അപ്പം ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് പോയി, ഇന്നത്തെ ഗ്ലൂക്കോസ് കയറ്റി ഇവിടെ അവിടെ സൂചിച്ചോ. എന്നിട്ട് അങ്ങനൊക്കെ ആയിരുന്നു. ഞാൻ ഇന്നലെ മര്യാദക്ക് ഒന്നും തിന്നിട്ടില്ല ഗൈസ്, സത്യം. തിന്നണൊക്കെ ഛർദിക്കും. എന്നിട്ട് ഓരിനോട് എന്താ പറഞ്ഞത്, കുറേരിക്കഞ്ഞി മാത്രം തിന്നാൻ പറ്റുള്ളൂന്ന്. ദോശയൊക്കെ ഒരു ജങ്ക് ഫുഡൊന്നും ഞങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തരൂല. അപ്പം നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തുണ്ട്, ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാത്തുണ്ട്, അടുത്ത എന്തുകൂടിയാണ് കമൻറ്റും ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമുക്കിന്ന് ചോറിന് മുതിര ഉണ്ട് കേട്ടോ, മുതിരുപ്പരി ഉണ്ട്. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ചൂടാക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടി മുതിര. ഇതിക്ക് ഇതോ കരിവേപ്പില, ഇതേന്നിട്ട് മമ്മിയും അമ്മച്ചൊക്കെ നല്ല ചായ കൂട്ടിയത്. ഞങ്ങൾ സ്കൂളിൽ തേങ്ങ ഇടാതാണ്, തേങ്ങ ഇടൂല, അതിക്ക് കരിവേപ്പിൻ്റെ ഇല ഇടും. പൊരിച്ചാണ് ഗൈസ്. നമ്മളവിടെ വൈദ്യനെ പൊരിച്ചിട്ടുണ്ടെന്ന്. ഇന്ന് ഭയങ്കര വിഭവ സമൃദ്ധ അതേനെ. പശുക്ക് ചോറ് തിന്നാൻ പറ്റൂല ഗൈസ്. ഞാൻ കുറേക്കഞ്ഞിൻ്റെ അപ്പിക്കാതെ തിന്നുക. ഡോക്ടർമാർ എന്നോട് പറഞ്ഞത് മാത്രം തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ സോയാബീൻ പൊരിച്ചിട്ടുണ്ട്. ഇത് മച്ചി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഇനി മസാല തേച്ച് പൊരിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കുതിർത്തി വെച്ചിക്കണം കേട്ടോ മച്ചി ഇന്നലെ. നമ്മളിത് പൊരിച്ചിട്ട് വഴുതനങ്ങയിൽ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് കുറച്ച് ഓയിൽ കേട്ടോ. എനിക്ക് ഓയിൽ അധികം പറ്റില്ല, അതുകൊണ്ട് കുറച്ച് ഓയിൽ. ഓയിൽ എണ്ണ ഒരു ഉന്തും പറ്റൂല. അച്ചാർക്ക് സത്യം പറഞ്ഞ ഒന്നും തിന്നാൻ പാടില്ല. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വഴുതനങ്ങ. ആദ്യമൊക്കെ വഴുതനങ്ങ തീരെ ഇഷ്ടമല്ലേന്നു, ഇപ്പൊക്കെ വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ്, നമ്മളത് ചൂടായിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് പോകാം. ഇത് സത്യം പറഞ്ഞാൽ ഈ ക്യാമറയിൽ കാണുന്ന കളറല്ല കേട്ടോ, ഇതിന് ഭയങ്കര ഒരു നല്ല റെഡ് കളറാണ്. നമ്മളേതായാലും ഇത് വന്നിട്ട് കാണിച്ചുതരാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. സോറി ഗൈസ്, ഗ്യാസ് അല്ല, നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി ഇതൊക്കെ കേക്കിട്ടുണ്ട്, നമുക്കിനി അടുപ്പത്ത് വെക്കാം. അമ്മച്ചി ഇങ്ങോട്ട് വരില്ലടാ, എടാ പോടാ. ഇതിപ്പോ വല്ലാത്ത കഷ്ടമല്ലേ. ഇങ്ങനെ ഒന്നാട്ടെ, അങ്ങനെ കത്തി തീപ്പൊട്ടിട്ടില്ല. ഓക്കെ, ആ പൊട്ടി തെറിച്ചടി. ഇതിപ്പോ വല്ലാത്ത കഷ്ടായി. ഓയില് പൊട്ടിച്ചിട്ടില്ല, ഓയിൽ പൊട്ടിക്കണേ. ഇനി വെച്ചാലും ഓയിൽ പൊട്ടിച്ചിട്ട് ഇതിനുള്ള പൊടികളൊക്കെ എടുത്തു വരാം. ഇട്ടിട്ടുണ്ട് ഗൈസ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുമ്പളങ്ങ ഇതൊക്കെ ചാർക്ക അരിയണേ. ഇത് അടി പൊടിച്ചുമ്പോൾ നമുക്ക് ഇറക്കി കൊടുക്കാം.
പ്രശ്നമാണ്. ഞാൻ പതിനെ വന്നതാണ്. മുളക് പൊടി അധികം പറ്റൂല. എനിക്ക് ഇഷ്ടമാണ് എരിവ്, പക്ഷെ ഡോക്ടർ പറഞ്ഞാണ് എരിവ് തിന്നിട്ട് നമുക്ക് ഇത്തിരി മുളക് പൊടി. സത്യം പറഞ്ഞാൽ എരിവൂടി തിന്നണം, അപ്പോഴാണ് രസം. കുക്കറിക്ക് കുമ്പളങ്ങ ഇടുകയാണ് ഗൈസ്. ഞാൻ ഇവിടെ എന്താ പറയണേ, നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടെടുക്കാം. ക്യാമറാമാനോനെ കിട്ടിയിട്ടുണ്ട്. അത്ര മതിയില്ല. ഇവിടെ ഞാൻ ഷെഫാ. തീ കൂടി ഒക്കെയാണ് തീ പോണേ. ഞാൻ ഷെഫാ. പച്ചമുളക് അരച്ചിക്കണം. ഷെഫ് പറഞ്ഞിട്ട് പൗതിമുക്കാരും പുറത്തേക്കാ പോടെ. ഇക്ക് പേടിയെ പിടിച്ചാല് എണ്ണ ഞാൻ കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ടാവും, പറ്റ കുറഞ്ഞു പോയി. അപ്പൊ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഞങ്ങള് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. നമുക്ക് തൈര് ഉണ്ടാക്കണം. അപ്പൊ നിങ്ങള് തൈര് ഉണ്ടാക്കണം പോയി കണ്ടു. എല്ലാവർക്കും അറിയാം, എന്നാലും വെറുതെ. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളി തൊലിക്കാം. ഞാൻ അതൊക്കെ പാത്രത്തിലിടാണ്. നമുക്ക് ഒരു പരിപാടിയും കൂടി ചെയ്യാണ്ട് കേട്ടോ ദീപ. അപ്പൊ കഴിച്ചിട്ട് നമുക്ക് ഇതാക്കണം കരിവേപ്പിൻ്റെ ഇല ഇതാക്കാം തൈരിക്ക്. നമുക്ക് ഇത്തിരി എണ്ണ ഒഴിക്കാം. ഇത് ഇവിടെ തന്നെ ഞാൻ മണ്ടുട്ട. നല്ല കാണാൻ നല്ല കളറുണ്ട് കേട്ടോ. കളറാണ്. നമുക്ക് ഇതിന്റെ മോൾക്ക് ഇന്നിട്ടൊക്കാം. ഞാൻ ഉണ്ടാക്കിയ സോയാബീൻ ഇതൊക്കെ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് ഇതൊക്കെ ഇഷ്ടമല്ല, എന്നാലും കാണാൻ ഒരു രസത്തിനിട്ടാ. ഇനി നമുക്ക് ഉള്ളി അരിയാം. നമുക്ക് ഇതൊക്കെ തൈര് ഉണ്ടാക്കാനുള്ള ഉള്ളി ഇതൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ട്, മുളക് ഇതൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ട്, ഇതൊക്കെ തൈര് ഇതൊക്കെ. ഇത് തൈര് തീ കൊയ്ക്കല്ലേ, തൈര് തീ കൊയ്ക്കുക. കട്ട തൈരാ. എനിക്ക് ഇന്നലെ ഗുൾഗോസ് എറ്റിയത് ഇത് ഇപ്പോഴും വേനുണ്ട് കുരു. നമുക്ക് ഉപ്പിടാം. തൈര് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഇമ്മച്ചി ഇതൊക്കെ പുറത്തെ സൈഡിൽ ഇതൊക്കെ ഉണക്കമ്മീൻ പൊരിച്ചിട്ടുണ്ട്. മുതിര ഇതൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഞങ്ങളോടെ ഉണ്ടായ ഫാഷൻ ഫ്രൂട്ടാണ് മമ്മ ഇതൊക്കെ ഒരു ഇതി കാക്കേണ്ടത്. ഇതെത്തിനാ ചാറ്റിക്ക് പുളി. ഇത് തേങ്ങ അരച്ചത്. തേങ്ങ അരച്ച എന്താണ് കുമ്പളങ്ങാക്കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണേ. ഇയാൾക്ക് ഇവിടെ ഒരു റോളും ഇല്ലേ പുട്ടിയ. ഒരു ജോലി ഒക്കത്തേരിക്കുക നിങ്ങളൊക്കത്തേരിക്കുക. മമ്മ തെക്കണ ഫാഷൻ ഫ്രൂട്ട് പഞ്ചസാര ഇട്ട് നിന്നണേ.
പുളിക്ക് അപ്പളേ തോന്നി തിരക്ക. ക്യാമറമാൻ ഇവിടെ വൈദ്യുതി കാര്യം തോന്നു പൊളി. നമ്മള് രണ്ട് കൂട്ടാൻ കൊണ്ട് 10 സൈസ് വിഭവങ്ങൾ ഉണ്ടാക്കും. എല്ലാം കൂട്ടി ചേർത്ത് അങ്ങനെ നമ്മള് കുമ്പളങ്ങ കറിക്ക് നമ്മൾ ഇതൊക്കെ നമ്മളെ പുളി ഇതാക്കിയത്. ചെയ്യാം നമുക്കിനി തേങ്ങ അരച്ച് വരാം. മുട്ട ഇതൊക്കെ നമ്മളൊന്ന് മുട്ട പൊരിക്കണ്ട് കേട്ടോ. ഇവിടെ ഫുള്ളും ഇത് പിടിച്ചതാ. അപ്പൊ നമുക്ക് ഏതായാലും ഇനിയും കുളിക്കണം. പള്ളിക്കൊന്ന് ജുമാ ആയിട്ട് ഒക്കെ നമുക്കേതായാലും ഇനി കുളിച്ചിട്ട് നിസ്കരിച്ചണം. ഇത് പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ ആക്കും പോലെ കുളിച്ചാൽ ആൽക്കും പോലെ കുളിച്ചിട്ട് മുമ്പ് നിസ്കരിച്ചാൽ ജുമാ കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ ഏതായാലും പറ്റും. നമുക്ക് ഏതായാലും ഇതിക്ക് കരിവേപ്പിൻ്റെ ഇടക്കാം. ഞങ്ങൾ പൊട്ടിച്ച് ഇതിക്കിടില്ല, ഇതങ്ങനെ തന്നെ വെക്കണം ഒരു രസത്തിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കറി. നമുക്ക് മുട്ട പൊരിച്ചിനേക്ക് ഇത്തിരി ഉള്ളിടാം. എനിക്ക് കുറച്ച് മാറ്റി വെച്ചോ, എനിക്ക് വേണ്ട എനിക്ക് ഞാൻ മീൻ കൂട്ടൂല. കാപ്പാടി മീനുകളിൽ കൂന്തൽ മാത്രമേ ഇഷ്ടമുള്ളൂ. കൂന്തൽ മാത്രമേ ഇഷ്ടമുള്ളൂ. തീരെ ഇഷ്ടമല്ല മീൻ. പക്ഷെ ഈ മീനച്ചാറ് മീനൊക്കെ ഉണ്ട് ചോദിച്ചാൽ, പക്ഷെ ഇപ്പോൾ കൂന്തൽ എവിടെയും കിട്ടണില്ല. കൂന്തലല്ലാതെ ഞാൻ ഒരു മീൻ തോന്നില്ല. എനിക്ക് തീരെ ഇഷ്ടമല്ല. കൂന്തൽ മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷെ എന്ന് കാലം ഞാൻ കൂന്തൽ കൂട്ടിയതാ. മീൻ കാക്കാൻ ഇപ്പോൾ വരുന്നില്ല. ഈ പുട്ടിൻ്റെ ഊഞ്ഞാല് കഴിച്ചതാ 8 മാസമായിട്ടുള്ളൂ പറഞ്ഞിട്ട് കാര്യം. ഈ പുട്ടി ഊഞ്ഞാലവിടെ ഭയങ്കര ഇഷ്ടാട്ടാ. പല പല പാട്ടുണ്ട് ഗൈസ്. റംബുട്ടാനാണ് ഇട്ടത്. റംബുട്ടാന് ഭയങ്കര ഇഷ്ടമാണ്. പൂത്തതുണ്ട് പൂക്കാത്തതുണ്ട് ഇത്തിരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇമ്മാൻ്റെ പെരിന്ന് കൊണ്ടുവന്നതാണേ. ഞങ്ങളെല്ലാവരും തിന്നും. നല്ല മധുരം ഉണ്ട് കേട്ടാ. അവിടെ ഉണ്ട് റംബുട്ടാന്. പുട്ടി തെക്കണേ വന്നിട്ടുണ്ട് കേട്ടാ. കൂയ് പുട്ടി വന്നിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്ക് കുറെ കളിപ്പാട്ടുണ്ട്. ഞങ്ങള് സത്യം പറഞ്ഞ ഇതിൻ്റെ പേര് ഇഫു എന്നാണ്. പക്ഷെ വിളിച്ച് പുട്ടിന്നായി. അപ്പോൾ കഴിച്ചത് നമ്മൾ ചാർക്കുള്ളത് വറവിടാണ്. കടുക് പൊട്ടിട്ട്
ഏതായാലും ഇനി കുളിച്ചുതരാം. അപ്പൊ ഗൈസ് നമ്മൾ ഏതായാലും കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏതായാലും ചോറ് കഴിച്ചാണ്. കുറച്ചു നേരമായിട്ട് കുളിച്ചിട്ട്. ചോറല്ല, കഞ്ഞി. സോയാബീൻ പൊരിച്ചതുണ്ട്, പിന്നെ തൈരുണ്ട്, പിന്നെ മുട്ട പൊരിച്ചതുണ്ട്, പിന്നെ വഴുതനങ്ങ പൊരിച്ചതുണ്ട്, പിന്നെ ഇതുണ്ട്, മീനച്ചാറുണ്ട്. കൊണ്ടപ്പം തൈര് കഞ്ഞി ആദ്യം തന്നെ കൊണ്ടുവച്ചിരുന്നു. കഞ്ഞി ഇതൊക്കെ നമുക്കിത് തിന്നോക്കണം. നമ്മൾ ചോറിലാണെങ്കിൽ എല്ലാം ചോറിലെടുത്തോണ്ട് നല്ലപോലെ തിന്നായിരുന്നു. പക്ഷെ കഞ്ഞിയിലാകുമ്പോൾ ഫുള്ളും കൂടി എടുക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഫുള്ള് നമുക്ക് തിരിതെടുക്കാം. ഒരു കഷ്ണം പറ്റുള്ളൂ. തിന്നാൻ തോന്നുന്നു. ഇത് കേട്ട് പോരണില്ല. തിന്നാൻ തോന്നുന്നൊക്കെ നമുക്ക് ഇതെടുക്കാം. ഓക്കെ, നമുക്ക് ഇത്തിരി പരാം. ഇനി നമുക്ക് മുട്ട എടുക്കാം. ഇപ്പം പൊരിച്ചാണ് ഇട്ട മുട്ട. അതുപോലെ ഇതും മുട്ട ഇപ്പം പൊരിച്ചാണ്. ഇതും ഇത്തിരി, പിന്നെ മീനച്ചാറ്, സോയാബീന്, തൈര്. ഇത് വെള്ളം കൂടി ഉണ്ട്. വെള്ളം പൊളി. ഫുള്ളും തൊള്ളി കൊള്ളണം. പൊളി പറഞ്ഞ പൊളി. ഞാൻ തിന്നിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മൾ പിറ്റേന്നാണ് ഗൈസ് ബാക്കി വീഡിയോ എടുക്കുന്നത്. ഇന്നലെ എടുക്കാൻ പിന്നെ സമയം കിട്ടില്ല. സ്കൂളിലോട്ട് വന്ന് ഇന്ന് സ്കൂളില്ല. അങ്ങനെ ഇന്ന് എന്താണ് ഇപ്പോൾ ശനിയാഴ്ചയാണ്. അപ്പോൾ ഉമ്മച്ചി നമ്മൾ ഇന്ന് രാവിലെ വെള്ളപ്പായിരുന്നു. അപ്പം അയിൽ ഇത്തിരി പഞ്ചസാര ഇട്ടുകൊണ്ട് കണ്ണൂരപ്പം ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഞാൻ എടുത്തുതരാം. കണ്ണൂരപ്പം ഭയങ്കര ഇഷ്ടമാണ്. എടുത്തോ, നല്ല ചൂടുണ്ട്. ഇതൊക്കെ ഞങ്ങളിത് തിന്നിട്ടേ. നമ്മളിപ്പോ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. ജസ്റ്റ് വീരവാദമാണ് ഗൈസ്. അല്ലെങ്കിൽ ഇവിടെ ചിരിച്ചിരിച്ച് നടക്കും. ഏത് ഭാഷ? അപ്പൊ ഞാൻ പോവാട്ടോ ഗൈസ്.